ഇന്ന് കറി ഉണ്ടാക്കാൻ മടിയാണോ? എന്നാ ദേ പിടിച്ചോ. ഇത് അടിപൊളിയൊരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മനസ്സിലായില്ല? ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംബ്ലേറ്റ്. അതെ, അത് തന്നെ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടുന്നത് അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സവോള അതുപോലെ തന്നെ ഒരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇനിയും പൊടികളൊക്കെ ഇടാനുണ്ട് കേട്ടോ, അതുകൊണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയാണ്, അതും കാശ്മീരി മുളക് പൊടിയാട്ടോ, അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ പയ്യൊന്ന് ഉടയാത്ത രീതിയിൽ മസാല എല്ലായിടത്തും ആവുന്ന പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. തവി കൊണ്ട് ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ എന്നാൽ മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ അവിടെ ഇവിടെയും മസാലയുടെ കുത്തലുണ്ടാവും. അതിനുശേഷം ഞാനിത് മറിക്കാനുള്ള തത്രപ്പാടായിരുന്നു കേട്ടോ. അവസാനം ഒരു പ്ലേറ്റൊക്കെ വെച്ച് ഞാൻ വിജയകരമായിട്ട് അതെങ്ങനെയൊക്കെയോ മറിച്ചിട്ടു. അപ്പോൾ വീണ്ടും പറയാം കേട്ടോ, വേറെ കറികളൊന്നും കൂട്ടി വെറുതെ എൻ്റെ ടേസ്റ്റ് കളയാൻ നിൽക്കണ്ട, ഇത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.